ബി ജെ പിയിൽ ഇപ്പോൾ മത്സരിക്കാൻ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ബി ജെ പിയിൽ മത്സരിക്കാൻ ആളില്ലായിരുന്നു. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും മത്സരിക്കാൻ ബി ജെ പിക്ക് ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകളുടെ തിരക്കാണ്. ഓരോ കോർപ്പറേഷൻ്റെയൊക്കെ ഡിവിഷനിലാണെങ്കിൽ 10ഉം 15ഉം പേരും ഒക്കെ മത്സരിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്ന ഒരു കാലമായി ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക്. ഇങ്ങനെ കൂടുതൽ ആളുകൾ മത്സരിക്കാൻ വരുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ബി ജെ പി വളരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ ബി ജെ പി വളരുന്നുണ്ട്, തീർച്ചയായിട്ടും വളരുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലത്തെ വോട്ട് ഷെയർ നോക്കിയാൽ വളരുന്നുണ്ട്. മത്സരിക്കുന്ന ഉള്ള ആളുകളുടെ താല്പര്യം നോക്കിയാൽ വളരുന്നുണ്ട്. അപ്പോൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകൾ മത്സരിക്കാൻ വേണ്ടി താല്പര്യമെടുത്ത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയസാധ്യത എങ്ങനെയാണ് എന്ന് ബീഹാറിലെ ഇലക്ഷൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് വിലയിരുത്താം. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഗുണം ചെയ്യുമെന്ന്, അത് ബി ജെ പി വളരാൻ സഹായകമാകുമെന്ന് പറയുന്നു. അങ്ങനെ ആകുമോ? ബി ജെ പി ബീഹാറിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2015 ഏകദേശം 53 സീറ്റുകളായിരുന്നത് 2020 ആയപ്പോഴത്തേനും 74 സീറ്റായിട്ട് ഉയർത്തി. അത് 2025 ആയപ്പോഴത്തേനും 90-ലധികം സീറ്റായിട്ട് ഉയർത്തി. അതായത് ഏകദേശം 20 സീറ്റുകളുടെ അടുത്ത് കൂടി വന്നു കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ. 50-ൻ്റെ അടുത്ത് നിന്ന് 70-ന് മുകളിലേക്ക്, അത് 90-ന് മുകളിലേക്ക് എന്നുള്ളൊരവസ്ഥയിലേക്ക് ബി ജെ പി വളർന്നു എന്ന് മാത്രമല്ല, മറ്റ് ഇലക്ഷൻ നടന്ന 6 സംസ്ഥാനങ്ങൾ, അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്ന 6 സംസ്ഥാനങ്ങളിലും ബി ജെ പി വളരുകയാണ് ചെയ്തത്. ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടി. നമുക്കിനി കേരളത്തിൽ ഇപ്പോൾ ജയിക്കും, അടുത്ത ഭരണം യു ഡി എഫിനാണ് അല്ലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കാണ് എന്നൊക്കെ ഒരു പ്രചരണം വളരെ ശക്തമാണ്. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം ബീഹാറിൽ എങ്ങനെയാണെന്നുള്ളത്. ബീഹാറിൽ 2015 ഇലക്ഷന് അവർക്ക് 27 സീറ്റ് കിട്ടി. 20-ആയപ്പോഴത്തേനും 19ആയി. ഇപ്പോൾ അത് 6-ലേക്ക് ചുരുങ്ങി. അതും ഒരു കൂപ്പുകുത്തലാണ് എന്നുള്ളത്. 2015-ഉം 20-ലെയും ഈ തമ്മിലുള്ള വ്യത്യാസം 8 സീറ്റുകളാണ് കുറഞ്ഞതെങ്കിൽ 20-ഉം 25-ലും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് 13 സീറ്റുകളുടെ വ്യത്യാസമാണ്. അപ്പോൾ 2015-ൽ നിന്ന് 2020-ലേക്കുള്ളൊരു വീഴ്ചയേക്കാളും വലിയൊരു വീഴ്ചയാണ് 2020-ൽ നിന്ന് 2025-ലേക്ക് കോൺഗ്രസ് ബീഹാറിൽ വീണിരിക്കുന്നത് എന്നുള്ളത് ഈ കണക്കിൽ നിന്ന് വ്യക്തമാകും. ആ വ്യത്യാസം 8ആയിരുന്നത് ഇപ്പോൾ 13ആയി. അപ്പോൾ വലിയൊരു വീഴ്ചയിലാണ്, സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തി കോൺഗ്രസ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്ന 6 സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസ്സിന് മൊത്തം കിട്ടിയത് 81 സീറ്റാണ്. ബീഹാറിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക്, ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 90-ലധികം സീറ്റ് കിട്ടി. 6 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് എല്ലാം കൂടെ അത്രയും എത്താൻ പറ്റിയിട്ടില്ല. അതായത് അതൊക്കെ വലിയ സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ്, ഡൽഹി, അതുപോലെ ബീഹാർ. ഈ സംസ്ഥാനങ്ങളിലൊക്കെ അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്നിട്ട് കോൺഗ്രസ് മൊത്തം കിട്ടിയത് 81. ഒരൊറ്റ സംസ്ഥാനത്ത് ബീഹാറിൽ മാത്രം അടുത്തിടെ ഇലക്ഷൻ നടത്തിയപ്പോഴത്തേനും 90-ലധികം സീറ്റ് ബി ജെ പി കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കണക്കുകൾ നോക്കി പഠിക്കുന്ന, അപഗ്രഥിക്കുന്ന ആർക്കും മനസ്സിലാകും. മലയാളികൾ തീർച്ചയായിട്ടും പ്രബുദ്ധരാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കക്ഷികളാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നവരാണ്, നിരീക്ഷിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, അറിവുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് തീർച്ചയായിട്ടും കയറും. അപ്പോൾ ഒട്ടും ജനസമ്മതിയില്ലാത്ത, സ്വാധീനമില്ലാത്ത, ജയിക്കാൻ ശേഷിയില്ലാത്ത, കരുത്തില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കഴിഞ്ഞ 6 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ബീഹാർ അത് അടിവരയിട്ട് പറയുന്നു. ഇത് ഇനി ഒട്ടും ജനബന്ധമില്ലാത്ത, സ്വാധീനമില്ലാത്ത, ശേഷിയില്ലാത്ത ഒരു നേതൃത്വം ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നേതൃത്വത്തെപ്പറ്റി പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ബീഹാറിൽ പ്രചരണത്തിന് നേതൃത്വം നൽകിയവരാണ്.
അവർ ഏകദേശം 60 സീറ്റിൻ്റെ അടുത്ത് മത്സരിച്ചിട്ട് 6 സീറ്റാണ് ജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ജനപിന്തുണ ഇല്ലാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. 60 സീറ്റിൽ മത്സരിച്ചിട്ട് 6 സീറ്റിലാണ് ജയിച്ചത്. പ്രചരണത്തിന് ഈ കോൺഗ്രസ് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. പക്ഷേ അപ്പോൾ അവർക്ക് ജനപിന്തുണ ഒട്ടുമില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അതേസമയം വളരെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു യുവ നേതാവായ ചിരാഗ് പസ്വാൻ ഏകദേശം 30ൻ്റെ അടുത്ത് സീറ്റിൽ മത്സരിച്ചിട്ട് 22 സീറ്റ് ജയിച്ചു. അപ്പോൾ ഒരു യുവ നേതാവായ ചിരാഗ് പസ്വാൻ്റെ അത്രയും പോലും ജനസമ്മതിയോ സ്വാധീനമോ ഒന്നും ഇല്ല ഈ രാഹുൽ ഗാന്ധിക്ക് എന്ന് ബീഹാർ ഇലക്ഷൻ തെളിയിച്ചു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലേക്ക് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ എത്രമാത്രം സ്വാധീനമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ ഇവിടെ വന്ന് എന്ത് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ പാടെ വിഴുങ്ങുന്ന കാലം കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സിന് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിന് ഒരു മുതൽക്കൂട്ടാകുമോ അതോ ഒരു പ്രശ്നമാകുമോ എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇനി മനസ്സിലാക്കേണ്ടത്. ഈ കണക്കുകളുടെ ബലത്തിൽ 6 സംസ്ഥാനങ്ങളിൽ ഉള്ള കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള ഒരു കണക്ക്, അതുപോലെ ഏറ്റവും അവസാനം നടന്ന ബീഹാറിലെ ഒരു ദയനീയമായിട്ടുള്ളൊരു വീഴ്ച, രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം നടത്തിയിട്ട് ഉണ്ടായത്, അത് ഒരു കാര്യമാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ചിരാഗ് പസ്വാൻ അവിടെ പറഞ്ഞു ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു ഹനുമാനായിട്ട് പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ ആ ഒരു മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ് ചിരാഗ് പസ്വാൻ. അപ്പോൾ അതുപോലെ രാമൻ ലക്ഷ്മൺമാരെ പോലെ നിതീഷ് കുമാറും ഈ BJPയുടെ നരേന്ദ്രമോദിയുമൊക്കെ അങ്ങനെ അവർ പ്രചരണം നടത്തി. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് കെട്ടുറപ്പോടുകൂടി NDA പ്രചരണം നടത്തി, പ്രചരണം നയിച്ചു. അപ്പോൾ ഈ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഒരാളുടെ ഹനുമാനായിട്ട് ആയിട്ടേയും അല്ലാതെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കയറി കളിക്കുന്ന ആളല്ല എന്ന് ചിരാഗ് പസ്വാൻ പറയുമ്പോൾ, പരസ്യമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ അങ്ങനെയുള്ള ഒരു കെട്ടുറപ്പുള്ള, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന ഘടകകക്ഷികൾ ഉള്ള ഒരു മുന്നണിയാണ് NDA എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉള്ള ഒരു ജനവിധിയാണ് ജനങ്ങൾ അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിൽ 200ൻ്റെ അടുത്ത് അല്ലെ ആ ഒരു ഭൂരിപക്ഷം നൽകി അവിടുത്തെ ജനങ്ങൾ മറുപടി നൽകിയത്. അപ്പോൾ കേരളത്തിൽ BJPക്ക് ഈ നരേന്ദ്രമോദിയുടെ ഹനുമാനാണ് എന്ന് പറഞ്ഞ് അതേ സ്വാധീനത്തിൽ പ്രവർത്തനം നടത്താനുള്ള നേതാവ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ബീഹാറിലേതുപോലെയുള്ള ഒരു മുന്നേറ്റം, പടിപടിയായിട്ടുള്ളൊരു മുന്നേറ്റം, അതും ബീഹാറിൽ 14ഓളം പാർട്ടികളും പിന്നെ സ്വതന്ത്രരും മത്സരിച്ചിട്ട് അവിടെ എല്ലാ പാർട്ടികളെക്കാളും മുകളിൽ ഏറ്റവും അധികം സീറ്റ് നേടിയ പാർട്ടിയായിട്ട് ബീഹാറിൽ BJP മാറി എന്നുള്ളത് ഈ ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലവും കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും BJPക്ക് ഒരു പാഠമാണ്. മത്സരിക്കാൻ കുറേയധികം ആളുകളുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രചരണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. അത് ബീഹാറിൽ നിന്ന് കിട്ടുന്ന അടുത്തൊരു പാഠമാണ്. ഇനി അടുത്ത ഒരു പാഠമെന്ന് പറയുന്നത് അവിടെ വികസനത്തിന് വോട്ട് നൽകി. ഇനി കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2016, 2021, ഇനി 2026 അടുത്ത് വരാൻ പോകുന്നു. അപ്പോൾ ബീഹാറിനെ പോലെ 3 തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM അവരുടെ ലീഡ് കൂട്ടി, കോൺഗ്രസ് താഴേക്ക് പോയി. അതിനു മുമ്പും 2016 കോൺഗ്രസിൽ നിന്ന് വീണ്ടും CPM ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു. വീണ്ടും ഒരു തുടർഭരണം ഇവിടെ ഉണ്ടായി. ബീഹാറിൽ തുടർഭരണമായിരുന്നു. പക്ഷേ ഇനി 2026 CPM തുടർഭരണമുണ്ടായാൽ എങ്ങനെയിരിക്കും? CPMന് തുടർഭരണമുണ്ടായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ തുടർഭരണമുണ്ടായ സമയത്ത് പശ്ചിമ ബംഗാളിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഈ 9 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങൾ CPM ഇവിടെ പ്രകടിപ്പിച്ചു തുടങ്ങി. അതായത് നാൽക്കവലകളിലും പട്ടണങ്ങളിലുമൊക്കെ ഗുണ്ടാപ്പിരിവ് നടത്തുന്ന
നിർബന്ധിത പിരിവ് നടത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി അണികൾ മാറിയിരിക്കുന്നു. 2, കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മാനുവലും റൂൾസ് ഓഫ് ബിസിനസ്സും വിജിലൻസും സംവിധാനങ്ങളും ഒക്കെ വെറും പ്രഹസനമായി മാറുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിയമം എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. അങ്ങനെ ഒരു അഹങ്കാരത്തിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്തത്, കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് അനുകൂലമായിട്ട് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന വിധത്തിൽ പാർട്ടി മേധാവിയുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. ഇപ്പോൾ കുറേ ഉന്നത മേധാവികളുണ്ട്, പക്ഷേ ഇനി അവരുടെ എണ്ണം കൂടും. വീണ്ടും തുടർഭരണം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് സർവേക്ക് വരെ ഒരു സർവേ എന്ന പേരിൽ കുറേയധികം സഖാക്കളെ, പാർട്ടി അനുഭാവികളെ ഈ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയാണെങ്കിലും സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിച്ച് അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ പാർട്ടിയുടെ ആൾക്കാരെ കൂടുതൽ തിരികെ കയറ്റുകയും അങ്ങനെ ഒരു തുല്യ പരിഗണന, തുല്യ അവസരം എന്നുള്ളത് മറ്റുള്ളവർക്ക് കിട്ടാതെ പോകുന്ന ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് അവസ്ഥയാകും. പിന്നെ നമ്മുടെ ശബരിമലയിലെ മോഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പം മോഷണം എവിടെയും നടത്താമെന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ബീഹാർ ഭരണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഈ കോൺഗ്രസും CPM ഇത്രയും കാലം കേരളത്തിൽ മനുഷ്യർ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രബല കക്ഷികൾ. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴോട്ട് പോയതുകൊണ്ട് ആണ് CPM കൂടുതൽ 100ൻ്റെ അടുത്ത് സീറ്റുകൾ കിട്ടിയത്. ആ ഒരു സ്പേസിലേക്ക് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കൂടുതലുണ്ടാകുന്ന കോൺഗ്രസ് താഴേക്ക് പോകുന്ന ഒരു സ്പേസിൽ BJP വളർന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും CPM ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റുകയും മനുഷ്യരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, സുരക്ഷിതത്വം എന്നുള്ളതൊക്കെ തീരെ താഴേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാവും. കോൺഗ്രസ് തീർച്ചയായിട്ടും താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാവുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അത് ആ ഒരു വീഴ്ചയുടെ ആക്കം വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാവുന്നു. ഇപ്പോൾ കേരളത്തിലും തീർച്ചയായിട്ടും ഈ ജനപിന്തുണയില്ലാത്ത, ജനസമ്മതിയില്ലാത്ത, സ്വാധീനമില്ലാത്ത നേതൃത്വമുള്ള ഒരു കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി വളരെ പരുങ്ങലിലാണ്. അപ്പോൾ പിന്നെ CPMലേക്ക് തിരിഞ്ഞാൽ അതൊരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിലേക്കല്ലേ പോകുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ജനങ്ങൾ ചിന്തിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് BJPക്ക് കുറേയധികം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനുണ്ട്. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഇവിടുത്തെ കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ കേരളം മാറുന്നത്.